അധ്യായം 13. കാത്തിരിപ്പിനോളം വലുതായി എന്താണുള്ളത്? നിമിഷങ്ങൾക്ക് യുഗങ്ങളുടെ ഭാരം തോന്നിപ്പിക്കുന്ന, ഭൂമി കറങ്ങുന്നില്ലേ എന്ന ശാസ്ത്ര അസംബന്ധം സൃഷ്ടിക്കപ്പെടുന്ന, നാളെ ഉണ്ടാകുമോ എന്ന യുക്തിക്ക് നിരക്കാത്ത തത്വചിന്ത ജനിപ്പിക്കുന്ന കാത്തിരിപ്പ്. കാത്തിരിപ്പ് ഒരു നിമിഷത്തേക്കാണെങ്കിലും അനന്തമായ കാലത്തേക്കാണെങ്കിലും അതിനോളം വലിയ ഒരവസ്ഥയില്ല. കാത്തിരിപ്പ് സുഖമുള്ള നോവാണ്. സ്വന്തം മുറിവിനെ കുത്തി നോവിച്ച് നേടുന്ന സുഖമുള്ള നോവ്. ഈ രാവിനെ പകലിലേക്ക് ഞാൻ ഉറങ്ങാതെ തള്ളിയിട്ടു. സൂര്യൻ പതിയെ ഉണർന്നു. ഞാൻ ഉറങ്ങാതെ ഉണർന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം ശരീരം വിറയ്ക്കുന്നതുവരെ കുളിച്ചു. ഓരോ അവയവങ്ങളെയും ഞാൻ പരിഗണിച്ചു. ഞാൻ വൃത്തിയുള്ളവളായി. ഏതു ബാഹ്യപ്രവർത്തനങ്ങളെയും മനസ്സുമായി ഐക്യപ്പെടുമ്പോൾ മാത്രമേ പൂർണ്ണത കൈവരിക്കുകയുള്ളൂ. കുളിച്ചാലും വൃത്തിയാകണമെന്നില്ല. കഴിച്ചാലും വയറു നിറയണമെന്നില്ല. ഉറങ്ങിയാലും ക്ഷീണം മാറണമെന്നില്ല. മരിച്ചാലും മോക്ഷം ലഭിക്കണമെന്നില്ല. എൻ്റെ ശരീരം പ്രായത്താൽ മനസ്സുമായി കാലങ്ങൾക്ക് ശേഷം ഐക്യപ്പെട്ടിരിക്കുന്നു. വസ്ത്രങ്ങൾ മാറി മാറി ധരിച്ചു. തൃപ്തിയാകാതെ ഞാൻ എന്നോട് പരിഭവിച്ചു. അണിഞ്ഞൊരുങ്ങി മതിയായില്ല. പ്രണയമൊഴിച്ച് എന്നിലെല്ലാം അപൂർണമായി നിലകൊണ്ടു. എൻ്റെ ഭൂതകാലത്തെ ഞാൻ മറന്നു തുടങ്ങിയിരിക്കുന്നു. എൻ്റെ ഭൂതകാലത്തെ വർത്തമാനത്തിൻ്റെ ചവറ്റുകൊട്ടയിൽ ഉപേക്ഷിച്ചിരിക്കുന്നു. മനസ്സിലെ സന്തോഷം എന്നെ സൗന്ദര്യവതിയാക്കി എന്ന് സ്വയം അവകാശപ്പെട്ടു. പ്രണയം എന്നെ പൂർണ്ണമായും പുലുകിയിരിക്കുന്നു. മുറിക്ക് പുറത്തു നിന്ന് അമ്മ എന്നെ അത്ഭുതത്തോടെയും തെല്ല് സംശയത്തോടെയും കൂടെ നോക്കി നിന്നു. ഞാൻ അമ്മയെ നോക്കി ചിരിച്ചു. ആ ചിരിയെ അവഗണിക്കാൻ അമ്മയ്ക്ക് കഴിഞ്ഞില്ല. അമ്മ ചിരിക്കാൻ നിർബന്ധിതയായി. ഉടൻ തന്നെ അമ്മ ഗൗരവം വീണ്ടെടുത്ത് പൂർവ്വസ്ഥിതി പ്രാപിച്ചു. അത് വകവയ്ക്കാതെ ഞാൻ അമ്മയെ കെട്ടിപ്പിടിച്ച് കവിളിൽ ഉമ്മ വെച്ചു. അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. പ്രണയം ചുറ്റുള്ളവരിലും സ്നേഹം നിറയ്ക്കും. പ്രണയം സകലതിനും മാപ്പ് കൊടുക്കും. പ്രണയം സകല മുറിപ്പാടിനും മരുന്നാകും. മനുഷ്യനെ മനുഷ്യനാക്കും. പ്രണയം സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക് സഞ്ചാരം നടത്തും. പ്രണയം സമാധാനത്തിൻ്റെ പ്രവാചകരാകും. പ്രണയമില്ലെങ്കിൽ മരണം വന്നണഞ്ഞു എന്ന് കരുതുക. ഞാൻ ടൗണിലെത്തി. എന്തെങ്കിലും വാങ്ങുവാനുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് പബ്ലിക് ലൈബ്രറിയുടെ അടുത്തേക്ക് വരൂ. ഞാൻ അവിടെയുണ്ട്. ശരി, എന്തു വാങ്ങാൻ? എനിക്ക് നിന്നെ കാണുക എന്നത് മാത്രമാണ് ആവശ്യം ടെക്കോ. വെയിലിന് കനം വെച്ച് തുടങ്ങി. ഞാൻ വേഗത്തിൽ നടന്നു. അതിലും വേഗത്തിൽ പ്രണയവും പെറിയെൻ്റെ മനസ്സും. എൻ്റെ മേൽചുണ്ട് വിറച്ചു. പിൻകഴുത്തിൽ വിയർപ്പ് അരുവി പോലെ ഒഴുകുവാൻ തുടങ്ങി. ആ വിയർപ്പിൻ ആദ്യമായി ഞാൻ എൻ്റെ സുഗന്ധമറിഞ്ഞു. പ്രണയം വിയർപ്പിൽ പോലും പടർന്നിരിക്കുന്നു. ഈ നഗരത്തിൽ ഇത്രയും ശാന്തമായ ഒരിടത്തേക്കാണ് രഘു എന്നെ ക്ഷണിച്ചതെന്ന് ആലോചിച്ച് എനിക്ക് അത്ഭുതം തോന്നി. എത്ര തവണ ബസ്സിൽ പോകുമ്പോൾ ഈ കെട്ടിടം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ മതിലിനപ്പുറത്ത് ഇത്രയും തണൽ മരങ്ങളുള്ളതായി ഞാൻ അറിഞ്ഞിരുന്നില്ല. അവിടെ ആകമാനം ആ അന്തരീക്ഷത്തിന് ഭംഗി കൂട്ടുന്ന നിശബ്ദത. പുറമേ കാണുന്ന കാഴ്ചകൾ എത്ര ചെറുതും ഇടുങ്ങിയതുമാണ്. അകത്ത് കടക്കണം, അത്ഭുതപ്പെടണമെങ്കിൽ, വിശാലത ആസ്വദിക്കണമെങ്കിൽ. അത് സ്ഥലമാണെങ്കിലും മനുഷ്യനാണെങ്കിലും. എത്തിയ വിവരം രഘുവിനെ അറിയിക്കാൻ തോന്നിയില്ല. ഈ തണലിൽ, നിശബ്ദതയിൽ രഘു എന്നെയോ ഞാൻ രഘുവിനെയോ കണ്ടെത്തട്ടെ. ഞാൻ പേരറിയാത്തൊരു വലിയ മരത്തിന് ചുവട്ടിൽ സിമൻ്റ് ബെഞ്ചിലിരുന്നു. ഈ ലോകത്ത് എന്നെ മാത്രം ബാക്കി വെച്ച് എല്ലാവരും അപ്രത്യക്ഷമായി പോയ പോലെ ഒരു അനുഭവം. രഘു അതാ 2ാം നിലയുടെ പടവുകൾ ഇറങ്ങി വരുന്നു. പാൻസിനു പകരം ഇന്ന് മുണ്ടാണ് വേഷം. ആദ്യമായിട്ടാണ് ഞാൻ മുണ്ടിലും ഷർട്ടിലും രഘുവിനെ കാണുന്നത്. പ്രണയത്തിൻ്റെ ഗൃഹാതുരത്വത്തിൽ മുണ്ടിന് കസവ് സാരിക്കും. പിന്നെ എന്തിനെല്ലാമോ വല്ലാത്ത സ്ഥാനമുണ്ടല്ലേ. രഘു ചിരിച്ചുകൊണ്ടടുത്തു വന്നു. പല്ലുകൾ കാണാതെ എങ്ങനെ ഇത്ര സുന്ദരമായി ചിരിക്കാൻ കഴിയുന്നു? രഘുവിൻ്റെ നെറ്റിത്തടത്തിലെ ചന്ദനത്തിൽ വിയർപ്പിൻ്റെ നനവ് പടർന്നിരിക്കുന്നു. ആ സാന്നിധ്യത്തിൽ അവിടെ കർപ്പൂരഗന്ധം പടർന്നു. എനിക്ക് ദാഹിച്ചു. പരദാഹം. തൊണ്ട പറ്റിപ്പോകുന്ന ദാഹം. നടന്ന് ക്ഷീണിച്ചോ? വരൂ, നമുക്ക് എന്തെങ്കിലും കുടിക്കാം. തൊണ്ടയിലെ വരൾച്ച ഇല്ലാതാകുന്നതുവരെ ഞാൻ രഘുവിനോടൊന്നും സംസാരിച്ചില്ല. രഘു എന്നോടും. ടൗണിൽ വരേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടായിരുന്നോ? ഇല്ല, പുസ്തകം വാങ്ങാൻ വന്നതാണ്. ഏത്, പ്രേമലേഖനമോ? അതെ. അതിന് ഇത്ര അത്യാവശ്യമുണ്ടായിരുന്നോ? ഇഷ്ടം തോന്നിയാൽ അത് എത്രയും വേഗം ചെയ്യണം. അതാണ് നല്ലത്. അത് ശരിയാണ്. കയ്യിൽ കരുതിയ ബാഗിൽ നിന്നും രഘു പുസ്തകം എടുത്ത് എനിക്ക് നേരെ നീട്ടി. ഞാനത് ധൃതിയിൽ വാങ്ങി എൻ്റെ ബാഗിൽ ഭദ്രമാക്കി. എന്ന് തിരിച്ചു തരും? വായിച്ചു മടുക്കുമ്പോൾ. മടുക്കുന്നവർ വായിക്കരുതെന്നാണ്. തിരിച്ചതാ എന്ന് ശാഠ്യം പിടിച്ചാൽ പിന്നെ എന്തു ചെയ്യാനാണ്?
അപ്പോൾ അത് സ്വന്തമാക്കാൻ നോക്കണം. സ്വന്തമാക്കിയാൽ ചിലത് ഭംഗി കുറയുമെന്നാ പറയാറ്. അതിൽ വാസ്തവമില്ലാതില്ല. ഭദ്ര ആൾ കൊള്ളാലോ. ഇന്ന് കോടതിയിൽ പോകേണ്ടായിരുന്നോ? ഇന്ന് ലീവ് എടുത്തു. ഞാൻ വരുന്നത് കൊണ്ടാണോ? അല്ല, കുറച്ച് ആവശ്യങ്ങൾ കഴിഞ്ഞോ? ഇല്ല. എന്നാൽ കാര്യങ്ങൾ നടക്കട്ടെ. ഞാൻ സമയം കളയുന്നില്ല. ഇല്ല, കുഴപ്പമില്ല ഭദ്ര. ആണുങ്ങളെല്ലാം ഇങ്ങനെയാണോ വല്ലാത്ത തിരക്ക് അഭിനയിക്കുന്നവർ? പെണ്ണുങ്ങളുടെ അത്ര തിരക്കില്ല. ഉദാഹരണത്തിന് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ പുസ്തകം വാങ്ങിക്കാൻ കാണിച്ച തിരക്കിൻ്റെ അത്രയും. അത് വായിക്കാനുള്ള കൊതിയാണ്. അതെ, കൊതിയും തിരക്കാണെന്ന് ഞാൻ പറയുന്നു. എന്നും ക്ഷേത്രത്തിൽ പോകുമോ? മിക്കവാറും. ദൈവമുണ്ടോ? ഇല്ല എന്നാണ് വെപ്പ്. പിന്നെ ക്ഷേത്രത്തിൽ പോകുന്നത്? ഇല്ല എന്നേ പറഞ്ഞുള്ളൂ. അവിടെ സമാധാനമുണ്ട്. സമാധാനം തന്നെയല്ലേ ദൈവം? ഒരിക്കലുമല്ല. സമാധാനമുള്ളിടത്ത് ആർക്കും വേണ്ടാത്ത ഒന്നിൻ്റെ പേരാണ് ദൈവം. എനിക്ക് നെറ്റിയിൽ തൊടാൻ ചന്ദനം ആവശ്യമാണ്, അതിന് ക്ഷേത്രവും. ബോറടിപ്പിച്ചാൽ പറയണം. ഒരുപാട് നാളായി ഞാൻ ഫ്രീ ആയി സംസാരിച്ചിട്ട്. ഞാനും ഒരുപാട് നാളായി ഇങ്ങനെ സംസാരിച്ചിട്ട്. എങ്ങനെ? വാലും തലയുമില്ലാതെ. രഘു ഒരു പരിഹാസിയാണ്. അതേ, പരിഹാസിയാണ്. അതുകൊണ്ട് ജീവിതം സങ്കീർണമല്ല. ഭാര്യ എന്തു പറയുന്നു? സുഖം. അന്വേഷണം അറിയിക്കാം. ആര് പറഞ്ഞു എന്ന് പറയും? മനുഷ്യൻ എന്നോ സ്ത്രീ എന്നോ പറയാം. സുഹൃത്തെന്ന് പറയുക. അങ്ങനെയെങ്കിൽ അങ്ങനെ. രഘുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പിന്നെയും ഞങ്ങൾ വാലും തലയുമില്ലാതെ സംസാരിച്ചു. വാസ്തവത്തിൽ രഘുവിനെ കണ്ട മാത്രയിൽ തന്നെ എൻ്റെ തലച്ചോറിന് പ്രണയപ്പുഴുക്കിൽ തിന്നു തീർത്തിരുന്നു. അധ്യായം 14. രഘുവിനെ കണ്ട ശേഷം ഞങ്ങൾ വീണ്ടും ദിവസങ്ങളോളം സംസാരിച്ചു. തലയും വാലുമില്ലാത്ത തന്നെ. പ്രണയം പറയാൻ പോയിട്ടോ എന്ന് പ്രകടിപ്പിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. പക്ഷേ രഘു പറയുന്നത് മുഴുവൻ എൻ്റെ കാതിൽ പ്രണയമായി അലയടിച്ചു. രഘുവിലേക്ക് പെയ്തിറങ്ങാൻ പാകത്തിന് ഞാനൊരു കാർമേഘമായ രൂപം പ്രാപിച്ചിരുന്നു. പ്രണയം തുറന്നു പറയേണ്ടതാണ്, പ്രകടിപ്പിക്കേണ്ടതാണ്. നഷ്ടപ്പെടുമെന്ന് ഭയമുള്ളവർ പ്രണയിക്കരുത്. പ്രണയത്തിൽ നഷ്ടങ്ങളില്ല. പ്രണയം ചിലപ്പോൾ സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യപ്പെടാം. അപ്പോഴും പ്രണയം ഇല്ലാതാകുന്നില്ല. ഒരു ഫോൺ കോളിലെ തലയും വാലുമില്ലാത്ത സംസാരത്തിൽ രഘുവിന് ഏറ്റവും പ്രിയപ്പെട്ട ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയുണ്ടായി. ആ വിവരണത്തിൽ ആർക്കും അവിടെ പോകാൻ തോന്നും. എന്നെ അവിടെ കൊണ്ടുപോകുമോ രഘു? പിന്നെന്താ, പോകാമല്ലോ. നാളെ കൊണ്ടുപോകുമോ? വല്ലാത്ത ധൃതിയാണല്ലോ ഭദ്ര. എല്ലാം വേഗത്തിലാവണം എന്നൊരു തോന്നൽ. ചെറിയ ജീവിതമല്ലേ. എന്നാൽ ശരി, നാളെ വൈകുന്നേരം പോകാം. ആദ്യമായി ഞാൻ രഘുവിനോടൊപ്പം ബൈക്കിൽ യാത്ര ചെയ്തു. ശരീരം ഉരസിയുള്ള ആദ്യ യാത്ര. വിമോചനത്തിൻ്റെ ഗന്ധമറിഞ്ഞുള്ള ആദ്യ യാത്ര. നഗരത്തിൻ്റെ തിരക്കിൽ നിന്നും പതിയെ ഞങ്ങൾ ഗ്രാമത്തിൻ്റെ ശാന്തിയിലേക്കും അവിടെ നിന്ന് കാടിൻ്റെ അപരിചിതത്തിലേക്കും വണ്ടി ഓടിച്ചു. ഭൂമിയുടെ അറ്റം എത്തിയതുപോലെ വഴി അവസാനിച്ചു. ഭയം തോന്നിയില്ല. പ്രണയം അങ്ങനെയാണല്ലോ. സകലതിനെയും മറികടക്കാൻ അതിന് കഴിയും. ക്ഷേത്രത്തിലേക്ക് നടക്കണം. അവിടേക്ക് വണ്ടി പോകില്ല എന്ന് മനസ്സിലാക്കി. കാവ്യാത്മകമായി പറയുന്നതല്ല. ആകെ ഇരുട്ടുമൂടിയൊരിടം. കുത്തനെയുള്ള കരിങ്കൽ പടവുകൾ. പേരിനു പോലും ഒരു വീട് പോലെ എന്തെങ്കിലും ഒന്നോ ഇല്ലാത്തൊരിടം. രഘു മുന്നിൽ ഒന്നും സംസാരിക്കാതെ നടന്നു. പെട്ടെന്ന് ഭീമനെ ഓർമ്മ വന്നു. ദ്രൗപദിയുമായി ഞാൻ സ്വയം മാറിയതുപോലെ. ഞാൻ കാലിടറിയാലും വീണാലും ഭീമന് മാത്രമേ എന്നെ സംരക്ഷിക്കാൻ കഴിയൂ. പെട്ടെന്ന് രഘു നടത്തം നിർത്തി. അരികിലായി ഒരു കുളം ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. നീലക്കുളം. രാവിൻ്റെ നീലയും പകലിൻ്റെ നീലയും ഇടകലർന്ന നീലക്കുളം. ഈ കുളത്തിൽ മീനുകൾ അധിവസിക്കില്ല ഭദ്ര. എന്താ എന്ന് ചോദിക്കുന്നതിന് മുമ്പ് രഘു വേഗത്തിൽ നടന്നു. ആ കുളം കണ്ടു നിൽക്കാൻ തോന്നി. തൊണ്ടയിൽ 1000 ചോദ്യങ്ങളുമായി ഞാൻ രഘുവിന് പിന്നാലെ നടന്നു. ഒടുവിൽ ക്ഷേത്രം മെല്ലെ മെല്ലെ കാണാമെന്നായി. പുരാതനമായ ക്ഷേത്രമെന്ന് പറഞ്ഞാൽ ആ ക്ഷേത്രത്തിനെ സംബന്ധിച്ച് അത് ആധുനികമെന്നാകും. അതിപുരാതനം. എന്തോ ഭാഗ്യം കൊണ്ട് അതിപ്പോഴും നിലനിൽക്കുന്നു. ഒരു ചെറിയ കാറ്റ് പോലും ക്ഷേത്രത്തെ നിലംപരിശാക്കുമോ എന്ന് ഞാൻ ഭയന്നു. ക്ഷേത്രമെന്ന് മനസ്സിൽ പറഞ്ഞു നോക്കിയാൽ മാത്രം അത് ക്ഷേത്രമായി പരിഗണിക്കാം. പണ്ട് മുത്തശ്ശി പറഞ്ഞു തന്നിരുന്ന കഥകളിലെ ദുർമന്ത്രവാദിനികൾ പാർക്കുന്ന ഇടത്തിൻ്റെ വിശേഷണം ഈ ക്ഷേത്രത്തിന് നന്നായി ചേരും. ഭദ്ര, ഒരു കാര്യം പറയട്ടെ. ഈ ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല. അസുരനെ കൊന്ന കാളി ഉഗ്രരൂപിണിയായി വാണിരുന്ന ഇടമാണിത്. ആ രൂപം സ്ത്രീകൾ കാണാൻ പാടില്ല പോലും. അതാണ് ഇവിടുത്തെ ഐതിഹ്യം. രഘു ചിരിച്ചു. ആ ചിരി ആ കാടിൻ്റെ നിശബ്ദതയെ കീറിമുറിച്ചു. ഞാനും അതിൽ ചേർന്നു. ചിരിച്ചു. മതിവരുവോളം ചിരിച്ചു.
ഭരണമെന്ന് അതിയായി മോഹിച്ച സ്ഥലം കൊള്ളാം അല്ലേ ഭദ്ര? രഘു പിന്നെയും ചിരിച്ചു. അയാളുടെ ചിരി ഞാൻ എല്ലാം മറന്നു നോക്കി നിന്നു. ഹൃദയം തുറന്നു ചിരിക്കുന്നവൻ, മനസ്സുകൊണ്ട് പുഞ്ചിരിക്കുന്നവൻ. സത്യത്തിൽ ഇവിടം സ്വർഗമാണ്. ആരും വന്നെത്താത്ത കാടിന് നടുവിലായി നിഗൂഢമായ ഒരിടം. 5 ശിഖരങ്ങളുള്ള ഒരു ആൽമരം ഇവിടെയുണ്ട്, ശരിക്കും കാളി മുടിയഴിച്ച് നിൽക്കുന്നത് പോലെ. അവിടെ ആകമാനം നെയ്യിൻ്റെയും കർപ്പൂരത്തിൻ്റെയും ഗന്ധം പടർന്നു. രഘു ക്ഷേത്രത്തിനകത്തേക്ക് പോയി. ഇനി ആ ക്ഷേത്രത്തിൽ കുടിയിരിക്കുന്നത് ഞാനാകുമോ? ഏതെങ്കിലും ഒരു ജന്മത്തിലെ ഞാൻ ആപ്രതിഷ്ഠയായി അവിടെ അധിവസിക്കാൻ വല്ലാതെ കൊതിച്ചു. രഘു ക്ഷേത്രത്തിൽ നിന്ന് പുറത്തു വന്നു, കയ്യിൽ പ്രസാദവുമായി. ഒരു അനുവാദത്തിനും കാത്തു നിൽക്കാതെ എൻ്റെ നെറ്റിയിൽ ചന്ദനം ചാർത്തി. ഞാൻ പ്രണയത്താൽ തഴുകപ്പെട്ടു. രഘു, മനുഷ്യർ അധികം കടന്നു ചെല്ലാത്ത ഇടങ്ങൾ എത്ര സുന്ദരമാണല്ലേ, ഈ ക്ഷേത്രം പോലെ. മനുഷ്യനോ അതോ സ്ത്രീകളോ? രഘു ചിരിച്ചു. സ്ത്രീകൾ മനുഷ്യരല്ലേ രഘു? തീർച്ചയായും. ഒരുപക്ഷെ സ്ത്രീകളെ മാത്രമേ മനുഷ്യരായി പരിഗണിക്കാനും സാധിക്കൂ. അതെന്താണ് അങ്ങനെയൊരു തോന്നൽ? സ്ത്രീകൾക്ക് മാത്രമേ സ്നേഹിക്കാനും പ്രണയിക്കാനും പറ്റൂ. അതെത്ര പരിഹസിച്ചാലും ഒരു പിശുക്കും കൂടാതെ അവർ പ്രണയവും സ്നേഹവും ചൊരിഞ്ഞുകൊണ്ടിരിക്കും. ഒറ്റ നിമിഷം കൊണ്ട് ഞാൻ നിശബ്ദയായി. രഘുവിൻ്റെ പ്രണയം മനസ്സിലാക്കിയോ? അതോ വാലും തലയുമില്ലാത്ത സംസാരത്തിൻ്റെ തുടർച്ചയായി പറഞ്ഞതാണോ രഘു? ഭദ്രയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തോ എനിക്ക് അങ്ങനെ തോന്നുന്നു. പറയാനുണ്ട് രഘു, പക്ഷേ അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. എനിക്ക് രഘുവിനോട് പ്രണയമാണ്. അത്രയേ ഉള്ളൂ. അത് നല്ലതല്ലേ? മനുഷ്യനെ ജീവിക്കാൻ അത് ആവശ്യമാണ്. പ്രണയം ഒരു കാലത്തും തെറ്റാണെന്ന അഭിപ്രായം എനിക്കില്ല. ഒരു പെണ്ണ് പ്രണയം പറയുമ്പോൾ പുരുഷൻ തത്വം പറയുന്ന അവസ്ഥ. രഘു ഒരു സെമിനാർ അവസാനിപ്പിച്ചതുപോലെ നിർത്തി. ഒന്ന് ചോദിക്കട്ടെ, ഭദ്രയ്ക്ക് പ്രണയം പ്രതീക്ഷയാണോ പ്രതികാരമാണോ? മനസ്സിലായില്ല. പ്രതീക്ഷ എന്നാൽ ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ, ജീവിതം. പ്രതികാരത്തിനും ഒറ്റ അർത്ഥമേ ഉള്ളൂ, ജീവിച്ച് കാണിക്കൽ. പ്രതീക്ഷയാണ്, പ്രതീക്ഷ മാത്രം. ഞാനായി ജീവിക്കണം. ജീവിതം എന്തെന്ന് എനിക്ക് അറിഞ്ഞ് ജീവിക്കണം. എങ്കിൽ ഞാൻ പ്രണയിക്കാൻ തയ്യാറാണ് ഭദ്ര. ഈ പ്രണയത്തിൽ നിർബന്ധങ്ങളും നിബന്ധനകളും ഇല്ലാതെ. വർത്തമാനത്തിൽ നാം ഭൂതവും ഭാവിയും മറന്ന് പ്രണയിക്കും. മുടിയഴിച്ച ആൽമരത്തിന് ചുവട്ടിൽ ഞാൻ രഘുവിനും രഘു എനിക്കും പ്രതീക്ഷയുടെ പ്രണയമായി. രഘു എന്നെ ആലിംഗനം ചെയ്യുമെന്ന് കൊതിച്ചു, എന്നെ ചുംബിക്കുമെന്ന് കൊതിച്ചു. ഒന്നുമുണ്ടായില്ല. പക്ഷേ അവിടെ പിരിയാൻ കഴിയാത്തക്കവണ്ണം ആത്മാക്കൾ ആലിംഗബദ്ധരായിരുന്നു. ആണിന് സ്വന്തമായി പ്രണയമില്ല. പെണ്ണത് അവനിൽ നിറയ്ക്കുവാൻ പിറവിയെടുത്തതാണ്. ആണിൻ്റെ പ്രണയം പെണ്ണിൻ്റെ പ്രണയത്തിൻ്റെ അനുരണനമാണ്. പെണ്ണാണിനെ പ്രണയം പഠിപ്പിക്കുന്നു. പ്രണയത്തിന് ശേഷമാണ് ഒരു കാമുകൻ പോലും അവനിൽ ജനിക്കുന്നത്. അവനെ മൃദുവാക്കാൻ പെണ്ണിൻ്റെ പ്രണയം ആവശ്യമാണ്. പെണ്ണില്ലെങ്കിൽ പ്രണയമില്ല. എന്തിനേറെ പറയണം, മനുഷ്യൻ പോലും ഇല്ല. അധ്യായം 15. കഴിഞ്ഞ ദിവസത്തെ ഫോൺ സംഭാഷണത്തിലാണ് രഘു നാളെ ഡിവോഴ്സ് കൗൺസിൽ എന്നെ ഓർമ്മിപ്പിച്ചത്. സത്യത്തിൽ ഞാൻ കേസിനെക്കുറിച്ച് മറന്നു തുടങ്ങിയിരുന്നു. വിവാഹമോചനത്തിൽ അത്ര നടപടിക്രമം ഉണ്ടെന്ന് അപ്പോഴാണ് മനസ്സിലായത്. മനസ്സിൽ അസ്വസ്ഥത കനം വെച്ചു. ഇനിയും ശരത്തിനെ മുഖാമുഖം നേരിടണം. വീണ്ടും ഭാരമേറിയ ദാമ്പത്യ കഥകൾ പൊതുമധ്യത്തിൽ കെട്ടഴിക്കുകയും വെളിവാക്കുകയും വേണം. എന്നെ ബലി കൊടുക്കുകയോ ശരത്തിനെ ചോര വാർന്നു പോകാതെ കൊന്നുകളയുകയോ ചെയ്യണം. ജീവിതം നൽകുന്ന സങ്കീർണതകൾക്ക് മരണം വരെ അവസാനമില്ല. രാവിലെ തന്നെ കോടതിയിലെത്തി. രഘു എന്നെ കാത്ത് അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ മുഖത്തെ ആവലാതി രഘു മനസ്സിലാക്കി. എന്നെ സമാധാനിപ്പിച്ചു. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കോടതി നിയോഗിച്ച 2 പേർ നിങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കും. അതിനുശേഷം മുന്നോട്ട് പോകണമെങ്കിലും വേണ്ടെങ്കിലും നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇത് കോടതിയുടെ ഒരു നടപടിക്രമം മാത്രമാണ്. തീരുമാനങ്ങളെ മാറ്റുവാൻ ഇതിന് കഴിഞ്ഞെന്ന് വരില്ല. സമാധാനമായിരിക്കും. എല്ലാം നന്നായി അവസാനിക്കും. ജീവിതം വീണ്ടും വിചിത്രമാണെന്ന തത്വം എൻ്റെ തലച്ചോറിൽ മുഴങ്ങി. ആത്മാവിനെ പിരിച്ചിന്തിയവരുടെ മുമ്പിൽ വീണ്ടും ദയയ്ക്കായി, വിമോചനത്തിനായി കാത്തിരിക്കേണ്ട അവസ്ഥ. ഒരു പക്ഷേ കോടതി വ്യവഹാരങ്ങളുടെ കാലയളവാണ് ഒരാൾക്ക് ശരിക്കുമുള്ള ശിക്ഷാകാലം. ജയിൽവാസം എന്നത് വിശ്രമകാലമാണ്. മടുപ്പ് തോന്നി. എന്തൊന്നുമില്ലാത്ത മടുപ്പ് തോന്നി. രഘുവിന് മറ്റ് കക്ഷികളുടെ കാര്യങ്ങൾക്കായി പോകേണ്ടി വന്നു. ഞാൻ കോടതി വരാന്തയിൽ തനിച്ചായി. ഈ ലോകത്ത് എല്ലാവരും തനിച്ചാണ്. ആരെല്ലാം ഉണ്ടെന്ന തോന്നൽ വെറും തോന്നൽ മാത്രമായി അവശേഷിക്കും. കോടതിയുടെ ഓരോ മൂലയിലും തിരക്ക് പടർന്നു തുടങ്ങി. തിങ്ങിക്കൂടിയ മനുഷ്യർ അടക്കം പറഞ്ഞ ശബ്ദ തീവ്രത കൂടി. ആൾത്തിരക്കിൽ നിന്നും ഒരു പ്രതീക്ഷയുടെ പ്രണയവും പേറി രഘു എൻ്റെ അടുത്തേക്ക് വന്നു. വരൂ, കൗൺസിലിംഗ് 2ാം നിലയിലാണ്. ഞാൻ രഘുവിനോടൊപ്പം നടന്നു. താനൊന്ന് കൂളാകൂ. അത്ര വലിയ സംഭവമൊന്നുമല്ല ഈ കൗൺസിലിംഗ്.
അവസാനമായി ഒരു മധ്യസ്ഥ ചർച്ച, അത്രയും കണ്ടാൽ മതി. പിന്നെ ബോധം കെടാൻ വല്ല ഉദ്ദേശവുമുണ്ടെങ്കിൽ പറയണം. വാഹനം ഏർപ്പാടാക്കാനാ. രഘു ആ തമാശ എന്നെ തണുപ്പിക്കാൻ പറഞ്ഞതാണെങ്കിലും എനിക്ക് അത്ര ഇഷ്ടമായില്ല. ഭദ്ര, ഇപ്പോൾ ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യവുമില്ല. ധൈര്യമായി പോയി വാ. മധ്യസ്ഥ ചർച്ച കൊണ്ട് ഒന്നും മാറാൻ പോകുന്നില്ല. ഇനി ശരത്തിനൊപ്പം തുടരുന്നില്ല എന്ന തീരുമാനശേഷം ഞാൻ ചില മധ്യസ്ഥ ചർച്ചകളുടെ ഭാഗമായിട്ടുണ്ട്. കരയോഗം സെക്രട്ടറി, വാർഡ് മെമ്പർ, അമ്മാവന്മാർ, ശരത്തിൻ്റെ ബന്ധുജനങ്ങൾ, ഇവരെല്ലാമായിരുന്നു കറുപ്പണിയാത്ത ന്യായാധിപന്മാർ. ഒടുവിൽ അത് സംഭവിച്ചു. ഞാൻ ഒരു വലിയ തെറ്റാണെന്നും ചിലർ എനിക്ക് മാനസിക രോഗമുണ്ടെന്നും പ്രസ്താവിച്ചു. ചിലർ പഴയ പ്രണയത്തിൻ്റെ ശവക്കല്ലർ വരെ കൊത്തിപ്പൊളിച്ച് ദുർഗന്ധം പരത്തി. എല്ലാ മധ്യസ്ഥ ചർച്ചയിലും ഉയർന്നു കേട്ടിരുന്ന ഒരു ചോദ്യമാണ്, നിനക്ക് എന്തിൻ്റെ കുറവാണ്? നിന്നെ അവൻ പൊന്നുപോലെയല്ലേ നോക്കുന്നത്? ഹേ മനുഷ്യരെ, നിങ്ങൾ പെണ്ണിനെ പൊന്നുപോലെ നോക്കേണ്ട ആവശ്യമില്ല. മനുഷ്യനായി പരിഗണിച്ചാൽ മതിയാകും. അതുതന്നെ ധാരാളം. ഒരു കാര്യം സത്യമാണ്, അവിടെ സ്നേഹമൊഴിച്ചെല്ലാം കൂടുതലായിരുന്നു. സ്നേഹമുണ്ടെങ്കിൽ മറ്റെല്ലാ കുറവുകളും മനുഷ്യൻ മറക്കുമെന്ന് ഇവർ എന്നാണ് മനസ്സിലാക്കുക? കൗൺസിലിംഗ് റൂമിൻ്റെ പുറത്ത് എന്നെ എത്തിച്ചിരിക്കും വീണ്ടും തിരക്കിലേക്ക് നടന്നു. ഓരോ തവണയും അയാൾ ധൈര്യം തരുന്നു. പെട്ടെന്നാണ് ശരത്തിനെ കണ്ടത്. ശരത്തിനൊപ്പം അമ്മാവൻ്റെ മകൻ ഹേമന്തും. ശരത്തിനെ കണ്ടപാടെ മുഖം താഴ്ത്തി ഹേമന്ത് ചിരിക്കാൻ ശ്രമിച്ചു. എനിക്ക് ആ ചിരി സ്വീകരിക്കുവാനോ തിരികെ നൽകുവാനോ കഴിഞ്ഞില്ല. കഴിഞ്ഞ തവണ ശരത്തിൽ നിഴലിച്ച നിരാശയെന്നില്ല. ശരത്തിൻ്റെ സ്ഥായിയായ ഗൗരവത്തിന് വീണ്ടും കനം വെച്ചിരിക്കുന്നു. അയാളെ കൂടുതൽ പരുക്കനാക്കിയിരിക്കുന്നു. പേര് വിളിച്ച മുറയ്ക്ക് ഞങ്ങൾ അകത്തു കയറി. കൗൺസിലിംഗ് ഹാൾ എന്ന് മാത്രമേ പേരുള്ളൂ. ഒരു കേസിലെ വക്കീലിൻ്റെ മുറി പോലെ, തീർത്തും വിരസവും അടുക്കും ചിട്ടയും ഇല്ലാത്തതുമായ ഒരു മുറി. ആധുനികമെന്ന് അവകാശപ്പെടുവാൻ പൊടി വിഴുങ്ങിയ ഒരു കമ്പ്യൂട്ടറും പിന്നെ ആധുനികർ എന്ന് സ്വയം വിശ്വസിക്കുന്ന ഞങ്ങളും. കോടതി നിയോഗിച്ച 2 പേർ ഞങ്ങളുടെ കൗൺസിലിങ്ങിനായി എത്തി. ഒരു സ്ത്രീയും പുരുഷനും. ആദ്യമാണ് മധ്യസ്ഥ ചർച്ചയ്ക്ക് വരുന്ന മനുഷ്യരിൽ കൗതുകം പേറാത്ത മുഖം കാണുന്നത്. നടപടിക്രമം പാലിക്കുക എന്ന സാങ്കേതികത്വം മാത്രമായിരുന്നു അവരുടെ മുഖത്ത് പ്രകടമായ വികാരം. ഞങ്ങൾ കാലങ്ങൾക്ക് ശേഷം അടുത്തിരുന്ന കാലം അത്രയും അകലുകയായിരുന്നു എന്ന് മനസ്സ് എന്നെ ഓർമ്മപ്പെടുത്തി. നിങ്ങളെ 2 പേരെയും വിളിപ്പിച്ചത് കോടതി നൽകിയ നിർദ്ദേശപ്രകാരമാണ്. ബന്ധം ഉപേക്ഷിക്കുന്നതിന് മുമ്പ് പരസ്പരം സംസാരിക്കുക. പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകുവാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഈ തീരുമാനം മാറ്റി ഒന്നിച്ച് ജീവിക്കാൻ സെഷൻ കാരണമാകട്ടെ. എഴുതിയതേതോ വായിച്ചു തീർത്ത ലാഘവത്തോടെ ആ സ്ത്രീ പറഞ്ഞു. ശരത്, പറയൂ, എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? എൻ്റെ അറിവിൽ ഒന്നും തന്നെയില്ല മേഡം. ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥനാണ്. എൻ്റെ വരുമാനത്തിൽ നിന്ന് നന്നായി തന്നെയാണ് ഇവളെ നോക്കിയിരുന്നത്. ഇവളുടെ തത്വങ്ങൾ എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഈ കേസ് കാരണം നാട്ടിലും വീട്ടുകാർക്കും ഇടയിൽ നാണം കെട്ടു. എനിക്ക് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണം എന്നായിരുന്നു ആഗ്രഹം. ഇപ്പോൾ അതില്ല. എനിക്ക് ഈ ബന്ധത്തിൽ നിന്ന് ഒഴിയണം. മിസ്റ്റർ ശരത്, ഇത് കൗൺസിലിംഗ് സെഷനാണ്. തീർപ്പ് കൽപ്പിക്കേണ്ടത് കോടതിയാണ്. ശരത്തിൻ്റെ മുഖത്ത് ദേഷ്യം കത്തിക്കയറി. അയാളുടെ ഇരുണ്ട കണ്ണുകൾ തള്ളി വീഴുമോ എന്ന് ഞാൻ ഭയന്നു. ഭദ്രയ്ക്ക് എന്താണ് പറയാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല മേഡം. എനിക്ക് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. നിങ്ങൾ രണ്ടാളും കാരണങ്ങളില്ലാതെ പിരിയാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്? മേഡം, എനിക്കൊരു മനസ്സുണ്ട്, ആത്മാവുണ്ട്. അതിനെ ഇവരെല്ലാം ചേർന്ന് കൊന്നു. ഗാർഹിക പീഡനമോ സ്ത്രീധന പീഡനമോ മാത്രമല്ല, ഒരു പെണ്ണനുഭവിക്കുന്ന പീഡനം. സ്നേഹം ലഭിക്കാതെ, പരിഗണന ലഭിക്കാതെ, എനിക്കൊരു പുഞ്ചിരി പോലും ലഭിക്കാതെ ഞാൻ കൊല ചെയ്യപ്പെട്ടു. ഭക്ഷണം കൊണ്ട് മാത്രം ജീവനെ നിലനിർത്താൻ എനിക്ക് ഈ ബന്ധത്തിൻ്റെ ആവശ്യമില്ല. എനിക്ക് ഞാനായി ജീവിക്കണം. എനിക്ക് സ്നേഹം ആവശ്യമാണ്. ഞാനൊരു മനുഷ്യനാണ്, പുരാവസ്തുവല്ല. ഒരു പക്ഷേ ആദ്യമായി ആയിരിക്കും വിവാഹമോചനത്തിൻ്റെ കാരണമായി ആത്മാവ് കൊല ചെയ്യപ്പെട്ട കാരണം അവൾ കേൾക്കേണ്ടി വരുന്നത്. അവർ പരസ്പരം നോക്കി. എനിക്ക് അതിശയം തോന്നി. ഈ ലോകത്തൊരു മനുഷ്യന് ആത്മാവിനെ ഇത്ര വിലയേ ഉള്ളൂ എന്നറിഞ്ഞപ്പോൾ. എനിക്ക് മോചനം വേണം. ഞാൻ സമനില തെറ്റിയതുപോലെ പുലമ്പി. കൊടുക്ക്, മോചനം കൊടുക്ക്, ഞാൻ രക്ഷപ്പെടട്ടെ. ശരത് അണകെട്ടി വെച്ച ആ വർഷത്തെ തുറന്നുവിട്ടു. അതെ, ശരത്ത് മോചനം നേടും. അയാൾ സമൂഹത്തിൽ നല്ലവനായി വീണ്ടും മാറും. അയാൾ വീണ്ടും വിവാഹിതനാകും. മറ്റൊരു സ്ത്രീയുടെ ആത്മാവിനെ കൊല്ലും. ഒരു പക്ഷേ ആ സ്ത്രീ അത് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ആ കൊലയും അടുക്കളയിലെ ചാരത്തിനൊപ്പം ഇല്ലാതാകാം. ആത്മാവില്ലാത്ത ജഡത്തിൽ നിന്ന് അയാൾ കുഞ്ഞുങ്ങളെ ഉത്പാദിപ്പിക്കും. അയാൾ അപ്പോഴും നല്ല മനുഷ്യനാവില്ല. വിമോചനത്തിന് നല്ലവരും മോശപ്പെട്ടവരുമില്ല. അത് വിശാലതയെ മാത്രം പ്രതിനിധാനം ചെയ്യുന്നു. ശരത്, ഈ നിമിഷം മുതൽ നിങ്ങളോട് എനിക്ക് പ്രതികാരമില്ല. ഞാൻ മനസ്സിലാക്കുന്നു, പ്രതികാരം പോലും ഒരു തരത്തിൽ പ്രണയമാണെന്ന്. അതിനുപോലും നീ യോഗ്യനല്ല. അപ്പോൾ നിങ്ങൾ മ്യൂച്വൽ പെറ്റീഷൻ ഫയൽ ചെയ്യുകയാണോ? അതെ.
രണ്ടുപേരും ഒരേ സമയം പറഞ്ഞു, വിമോചനത്തിൻ്റെ തിരക്കോടെ. ആ മുറിക്ക് പുറത്ത് കടക്കുമ്പോൾ ശരീരം തണുത്ത് വിറങ്ങലിച്ചിരുന്നു. വർഷങ്ങളായി എരിഞ്ഞിരുന്ന ഒരു കനൽ കെട്ടുപോയ പോലെ. എന്നെ കാത്തൊരുക്ക് നിൽക്കുന്നുണ്ടായിരുന്നു പ്രതീക്ഷയുടെ പ്രണയവുമായി.